നിലച്ചിരിക്കാതെയാണ് BJPക്ക് പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ കിട്ടുന്നത്. പരമ്പരാഗത പ്രസിഡന്റുമാർ പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങളിൽപ്പെട്ട് വിലപേശി അധികാരമേറ്റിരുന്ന പ്രസിഡന്റുമാരൊക്കെ മാറി കേരള രാഷ്ട്രീയത്തിൽ ഒരു പരിചയവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി. തൃശ്ശൂരുകാരനാണ് പിതാവെങ്കിലും രാജീവ് ജനിച്ചതും വളർന്നതുമൊക്കെ വടക്കേ ഇന്ത്യയിലായിരുന്നു. പിന്നീട് രാജീവ് വിദേശത്ത് പഠിച്ചു, കേരളത്തിന് പുറത്ത് ബിസിനസ് ചെയ്തു. ഒടുവിൽ രാജീവ് സെറ്റിൽ ചെയ്തതും കർണാടകയിലായിരുന്നു, ബാംഗ്ലൂരിലായിരുന്നു. കർണാടകയിൽ നിന്നാണ് രാജീവ് 18 വർഷം രാജ്യസഭയിലേക്ക് അംഗമായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോഴാണ് രാജീവ് കൃത്യമായി മലയാളിയാണ് എന്ന് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അവിടെ നിന്നും രാജീവ് സംസ്ഥാന BJP പ്രസിഡന്റ് ആകുമ്പോൾ പലരും നെറ്റിച്ചുളിച്ചു. എന്നാൽ ബിസിനസ്സിൽ താൻ നടത്തി വിജയിച്ച പരീക്ഷണങ്ങളുടെ തനിയാവർത്തനം രാഷ്ട്രീയത്തിലും നടത്താനുള്ള ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. ഇതുവരെ കേരളം കണ്ടുപരിചയിച്ച BJP രീതികളൊക്കെ പൊളിച്ചെഴുതി തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കൽപ്പനയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ മാറുന്നു. രാജീവിന് രാഷ്ട്രീയമൊന്നും അറിയില്ല, രാജീവിനെ എല്ലാം പഠിപ്പിച്ചേക്കാം എന്ന് കരുതിയവരൊക്കെ പതിയെ പതിയെ പിന്മാറുകയാണ്. കൺട്രോൾ ചെയ്യാനും ഉപദേശിക്കാനും ഓടിക്കൂടിയവരൊക്കെ പതിയെ രാജീവിന്റെ ഫാനായി രാജീവ് പറയുന്നത് കേട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഗ്രൂപ്പ് തിരിഞ്ഞു നിന്ന് രാജീവിനോട് നിസ്സഹകരിച്ചുകൊണ്ട് രാജീവിനെ നിശബ്ദമായി തോൽപ്പിക്കാൻ ഇറങ്ങിയ നേതാക്കന്മാർക്ക് ചുവട് പിഴയ്ക്കും എന്ന തിരിച്ചറിവുണ്ടായിരിക്കുന്നു.